ലാഹോർ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്ന ആശങ്കയിലേക്കാണ് ഇനി വരുന്നത്. അവിടെ ഒരു പടയൊരുക്കം നടക്കുന്നു. അതിർത്തി ഗ്രാമങ്ങളാണോ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉറിയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ജമ്മു കശ്മീർ നിയന്ത്രണ രേഖയ്ക്ക് അരികിലെത്തി സ്ഥിതിഗതികൾ കേണൽ മനോജ് സിൻഹ വിലയിരുത്തിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് അരികിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നറിയുന്നു. ഐസൻ, എന്താണ് പാകിസ്ഥാന്റെ പുറപ്പാട്? വീണ, ഇക്കാര്യത്തിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയോടുകൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ചില നിലപാടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത് തിരിച്ചാക്രമിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കുക എന്നൊരു നീക്കം തന്നെയാണ്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അതിശക്തമായ സൈനിക വിന്യാസം ഭാരതം ലൈൻ ഓഫ് കൺട്രോളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അതിർത്തി മേഖലകളിലെല്ലാം തന്നെ കൃത്യമായി നടത്തിയിരിക്കുന്നു. ഇനി കടൽ വഴിയാണ് ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതെങ്കിൽ അവിടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നിരവധിയായ പടക്കപ്പലുകൾ ഈ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീങ്ങുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ രണ്ടാം തലത്തിലുള്ള, ആദ്യ തലത്തിൽ കുറേ കൂടി ഉൾക്കടലിലേക്കുള്ള നിരീക്ഷണമാണ് നാവികസേന നടത്തുന്നതെങ്കിൽ കോസ്റ്റ് ഗാർഡ് കൃത്യമായും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ അത് നേരെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ, കരയിൽ നോക്കുകയാണെങ്കിൽ അത് ഈ സിന്ധു നദിയുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ പാരാമിലിറ്ററിയുടെ വിന്യാസം ശക്തമാക്കിയിരിക്കുന്നു. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ ആരെങ്കിലും നുഴഞ്ഞു കയറുകയാണെങ്കിൽ അവിടെ പ്രതിരോധം തീർക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ 15 ദിവസം കഴിഞ്ഞ്, അതായത് ഈ ആക്രമണം 22-ന് നടന്ന ആക്രമണത്തിന് ശേഷം ഇത്രയും വൈകി തിരിച്ചാക്രമണം നടത്തുമ്പോൾ നടന്നത് മറ്റൊരു സജ്ജീകരണങ്ങൾ കൂടിയാണ് എന്നതാണ് നിരീക്ഷകരെല്ലാം തന്നെ, സൈനിക നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇത്തരം സജ്ജീകരണങ്ങളായിരുന്നു. കര, നാവിക, വ്യോമസേനയെ കൃത്യമായും ഈ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് സജ്ജമാക്കുക, അത് പാരാമിലിറ്ററിയെ സജ്ജമാക്കുക, അർദ്ധസൈനിക വിഭാഗങ്ങളെ സജ്ജമാക്കുക എന്ന വലിയൊരു മിഷൻ, ഒരു ദൗത്യം കൂടി ഈ കാലഘട്ടത്തിനുള്ളിൽ നടന്നു. ഒരേ സമയം പ്രത്യാക്രമണത്തിനുള്ള നീക്കങ്ങളും ആസൂത്രണങ്ങളും നടത്തുകയും അതേസമയം തന്നെ പ്രതിരോധിക്കാനുള്ള ശക്തമായ സേനാവിന്യാസം നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഒരു കൃത്യമായ മൊമെൻറ്റിൽ, ഒരു ഇക്വിലിബ്രിയം പോയിന്റിലാണ് കൃത്യമായൊരു ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാന് നേരെ ഉണ്ടായത്. ഇത് ലോകരാജ്യങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഉറിയിൽ നിന്നെല്ലാം തന്നെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നു എന്ന വിവരങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലൊരു സൈനിക നീക്കം നടത്തുക, ആ സൈനിക നീക്കത്തിലൂടെ കുറേ കൂടി ആക്രമണത്തിന് തയ്യാറാണ് പാകിസ്ഥാൻ എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പുറത്തു വരിക. അത്തരത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു തങ്ങൾ ശക്തരാണ്, പ്രതിരോധിക്കാനും ആക്രമിക്കാനും ഒക്കെ താങ്കൾ ഇനിയും പുറപ്പെടും എന്ന ഒരു രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാക്കുക. അത് ആ പ്രതികരണം ഉണ്ടാക്കി ആ രാഷ്ട്രത്തെ തന്നെ പല ആഭ്യന്തര വിഷയങ്ങളുണ്ട്, നമുക്ക് പലതവണ ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ്. അത്തരത്തിലുള്ള ആഭ്യന്തര വിഷയങ്ങളുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങളെ ഒന്ന് കൺസോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സമാശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിശക്തമായ സർക്കാരിനോ ഭരണ സംവിധാനങ്ങൾക്കോ എതിരായുള്ള പോരാട്ടങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തുതന്നെയായാലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണം ഇനിയും നടത്താനുള്ള സാധ്യത, അതായത് പഹൽഗാം ഭീകരാക്രമണം നടന്ന 22-ന് തന്നെ തുടർന്നും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരേ സമയം തന്നെ പല നേതാക്കളും പല കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടെ ഇത്തരത്തിൽ തിരിച്ചടി നടത്തുമെന്നെല്ലാം തന്നെ ഖ്വാജ ആസിഫ് എല്ലാം തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അത് വാർത്തകളായി വരികയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു മാധ്യമത്തിന് നൽകിയതിൽ പാകിസ്ഥാൻ പിന്തിരിയാൻ തയ്യാറാണ്, ഭാരതം പിന്തിരിയുകയാണെങ്കിൽ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതായത് 6 മണിക്കൂറിനുള്ളിൽ 2 അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിന് 2 ദിവസം മുമ്പ് നമുക്കറിയാവുന്നതാണ്, ഭാരതം ആക്രമിക്കുമെന്ന ഭയം നിലനിൽക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇൻഫർമേഷൻ മിനിസ്റ്ററുണ്ട്, അട്ടാവുള്ള തരാർ പറയുന്നത് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അട്ടാവുള്ള തരാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാട്. എന്നാൽ നേരെ തിരിച്ചുള്ള നിലപാട് മറ്റു ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആക്രമിക്കുമെന്നുള്ളൊരു നിലപാടിലേക്ക് ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി തിരിയുന്നു. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുന്നു, പ്രതിരോധ മന്ത്രി മറ്റൊരു കാര്യം പറയുന്നു, വാർത്താവിനിമയ മന്ത്രി വേറൊരു കാര്യം പറയുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ അസ്ഥിരമായ, അല്ലെങ്കിൽ ആ ആക്രമണം തന്നെ എങ്ങനെ നടത്തണമെന്ന ഒരു സ്ഥിരതയില്ലാത്ത നിലപാടുകൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനിലെ ആഭ്യന്തരമായി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കെ ചിലരെ ബോധ്യപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തങ്ങൾ ശ്രമിക്കാൻ ഉള്ള നീക്കങ്ങൾ ഭാരതവുമായുള്ള യുദ്ധത്തിലൂടെ ശ്രമിക്കുന്നു എന്നൊക്കെ വരുത്തുന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. അത് തീർച്ചയായും ഒരു ഭീഷണി തന്നെയാണ്. രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനെ അതൊരു വെല്ലുവിളി തന്നെയായി ഭാരതം അത് ഏറ്റെടുക്കുന്നു. ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കുന്നു, ശക്തമായ സേനാവിന്യാസം നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരനാവിക വ്യോമസേനകളുടെ സംയുക്തമായ ഒരു പരേഡിംഗ് പോലുള്ള സംവിധാനം ആ മേഖലയിൽ കൃത്യമായി നടത്തുന്നു. അല്ലെങ്കിൽ കടലിലും കരയിലും ആകാശത്തും ഒരുപോലെ പ്രതിരോധം തീർക്കാനുള്ള സംവിധാനങ്ങൾ നടത്തുന്നു. അതേസമയം
അതേസമയം പാരാമിലിറ്ററിയെ വിന്യസിച്ച് ഭാരതത്തിൻ്റെ ആഭ്യന്തര കേന്ദ്രങ്ങളിൽ, അതായത് ഈ ഡാമുകളും അതുപോലുള്ള പാലങ്ങളും അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ ഇവയെല്ലാം തകർക്കുക എന്നൊരു നീക്കം ശത്രുരാജ്യങ്ങൾ സ്വാഭാവികമായും എടുക്കും. അതായത് അതിർത്തിയിലേക്ക് സേനാവിന്യാസം, ശക്തമായ സേനാ മൂവ്മെൻറ്റ് നടക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ, അത് ഹൈവേകളാകാം, അതുപോലുള്ള സംവിധാനങ്ങൾ, നെറ്റ്വർക്കുകളെ തകർക്കുക എന്നതൊരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിലൊരു തന്ത്രം അവർ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ഭീകരാക്രമണത്തിലൂടെ തന്നെ ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ആക്രമണത്തിലൂടെ തകർത്ത് കളഞ്ഞ പല ഭീകര കേന്ദ്രങ്ങളും ആത്മഹത്യാ ബോംബുകൾ അല്ലെങ്കിൽ ചാവേർ ആക്രമണത്തിന് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ വരെ അതിലുണ്ട്. മസൂദ് അസർ പോലുള്ളവരെ നേതൃത്വം നൽകുന്ന ഇത്തരത്തിലുള്ള ചില കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത അജ്മൽ കസബ് ഉൾപ്പെടെ പരിശീലനം നേടിയ ചില പ്രദേശങ്ങളാണ് എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അജ്മൽ കസബ് പോലുള്ള കൊടും ഭീകരരെ സൃഷ്ടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും നിരവധിയായ ചാവേറുകളെ ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചിരിക്കാം. ആ സൃഷ്ടിച്ച ചാവേറുകളെ ഭാരതത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ കടത്തിവിടാനുള്ള നീക്കങ്ങൾ നടത്തുക, അങ്ങനെ ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ, പശ്ചാത്തല സൗകര്യങ്ങളെ തകർക്കുക, വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ തകർക്കുക, അത് അതിർത്തിയിലുള്ള സേനാ മുന്നേറ്റത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അത്തരം നീക്കങ്ങളെ ഭാരതം കൃത്യമായി മുൻകൂട്ടി കണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈന്യം സജ്ജമെന്ന് ഇന്നലെ സൈന്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ പാരാമിലിറ്ററി സംവിധാനങ്ങളെല്ലാം സജ്ജമാണ് എന്ന കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ രാജ്യത്തിനെ സൈന്യത്തിൻ്റെ ശക്തമായ നടപടിക്ക് പൂർണ്ണമായ പിന്തുണ രാജ്യത്തിൻ്റെ ഭാഗത്തുണ്ടെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതും ഈ പശ്ചാത്തലത്തിൽ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. തീർച്ചയായും ഭാരതത്തിന് നേരെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണിയുടെ സ്വഭാവം അല്ലെങ്കിൽ കൺകെട്ട് വിദ്യ പോലുള്ളൊരു സംവിധാനമാണ് ഈ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ്റെ അവകാശവാദത്തിൽ നിന്നും അവരുടെ തന്നെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ, ഓരോ മന്ത്രിമാരും പറഞ്ഞ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അത് തന്നെ വിശ്വസനീയമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ കൂടി ശക്തമായ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നു ഭാരതം എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ ഒരു പക്ഷേ ഈ ഭീകര സ്വഭാവമുള്ള ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കൂടി ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയ സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കശ്മീർ അതിർത്തികൾ മാത്രം എന്ന് നമുക്ക് കരുതാനും കഴിയില്ല. ഒരുപക്ഷെ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലുമെല്ലാം നമ്മൾ പ്രതിരോധം തീർത്തത്, അവിടെയൊക്കെ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെ കൂടി നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? തീർച്ചയായും ഈ മറ്റ് അതിർത്തികളിലൂടെ ഒരു ആക്രമണം നടത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുമെന്ന സൂചന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് സൂചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് പാകിസ്ഥാൻ എത്ര കണ്ട് പ്രാപ്തമാണ്, അത് ഉണ്ടായാൽ തന്നെ പ്രതിരോധിക്കാൻ ഭാരതം എത്ര കണ്ട് ശക്തമാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, അതിശക്തമായ യുദ്ധ സംവിധാനങ്ങളുള്ള പ്രദേശങ്ങളാണ് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ പ്രദേശങ്ങളെല്ലാം തന്നെ. വളരെ ശക്തമായ ടാങ്ക് സംവിധാനങ്ങളും ആർട്ടിലറി സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് കാശ്മീർ അല്ലാത്ത ഭാരതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ. അത് പാകിസ്ഥാനുമായി പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ വിഷയങ്ങളുമുണ്ട്. അത് തീർച്ചയായും ബംഗ്ലാദേശിനെ ഒരു സംശയത്തോടെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് ചില സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. കാരണം ഈ അടുത്ത ദിവസങ്ങളിലായി, അതായത് ഈ കഴിഞ്ഞ 6 മാസത്തിനിടെ പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഭീകരാക്രമണം നടത്തുന്നതിന്, ഒരു നുഴഞ്ഞുകയറ്റം നടത്തുന്നതിന് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിന്തുണ ലഭിച്ചേക്കുമോ എന്ന ഒരു സംശയമെല്ലാം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസിന് അത്തരത്തിലുള്ള ചില സൂചനകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം തന്നെ, എല്ലാ അതിർത്തി സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരും DGPമാരും അതുപോലെ അനുബന്ധമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും നേതാക്കളുടെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെയും എല്ലാം തന്നെ കൃത്യമായൊരു ചർച്ച ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അമിത്ഷാ എല്ലാം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചാവേറുകളെ വിന്യസിച്ചിട്ടുള്ള ആക്രമണമായിരിക്കാം. അത് ഒരു വെല്ലുവിളിയായി ഭാരതത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയൊക്കെ കൃത്യമായി സമുദ്രത്തിലൂടെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ നിരവധിയായ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതിനെ വഴി തുറക്കാനൊരു നീക്കം നടത്തുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിശക്തമായൊരു സൈനിക വിന്യാസം ഇപ്പോൾ ഭാരതം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആക്രമണം അതിർത്തി സംസ്ഥാനങ്ങൾ, അതിർത്തി പങ്കിടുന്ന മറ്റു സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളുമായുള്ള സംസ്ഥാനങ്ങളുമായി ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ അതിനെ കൂടി
കൂടി പ്രതിരോധിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആഭ്യന്തരമായും രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രധാനമായും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന നേരിട്ടുള്ള ഒരു നീക്കമാണ് ഇന്നലെ നടന്നത് എങ്കിൽ, ഇന്നലെ ഈ സൈന്യത്തിൻ്റെ നീക്കം നടന്നത് എങ്കിൽ, ഓപ്പറേഷൻ സിന്ദൂർ നടന്നതെങ്കിൽ അത് കുറേ കൂടി സമഗ്രമായി ആഭ്യന്തരമായ പ്രശ്നത്തെ പ്രതിരോധിക്കുന്നതിനും ആഭ്യന്തരമായ പ്രശ്നത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം, ഈ ഒരു ഭീഷണി നേരിടുന്നതിനെ, സൈനികമായി നേരിടുന്നതിനെ സുസജ്ജമാണ് എന്ന് ഇന്നലെ തന്നെ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് നേരത്തെ തന്നെ പലതവണ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ആക്രമണം ഉണ്ടായതിന് ശേഷമുണ്ടാകുന്ന പ്രതികരണങ്ങളെ കൂടി കൈകാര്യം ചെയ്യുന്നതിന് സൈന്യം തയ്യാറെന്ന കൃത്യമായൊരു നിലപാട് സ്വാഭാവികമായും ഇന്നലെ സൈന്യം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമല്ല. മാത്രമല്ല, ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ സേനാവിന്യാസം നേരത്തെ തന്നെയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ടാങ്കുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയ അതിർത്തികളാണ് ഭാരതത്തിന് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു ആക്രമണത്തിന്, നേരിട്ടുള്ളൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിരുക സാധ്യമാകുമെന്ന് കരുതുക വയ്യ. അത്തരത്തിൽ അത് സാധ്യവുമല്ല. മാത്രമല്ല, മിസൈലുകളുടെ വിന്യാസമെല്ലാം നടക്കുമ്പോൾ വിമാനവേദ തോക്കുകളുടെ എല്ലാം തന്നെ വ്യാപകമായ വിന്യാസം അതിർത്തിയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യോമാക്രമണത്തിനുള്ള സാധ്യതയും അതുപോലെ തന്നെ ചെറു വിമാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം ഹെലികോപ്റ്റർ ഉപയോഗിച്ചൊക്കെയുള്ള ചില യുദ്ധമുറകളൊക്കെ ഉണ്ട്. അതിനുള്ള സാധ്യത പോലും ആ പ്രദേശങ്ങളില്ല എന്ന് നിലനിൽക്കെ ഈ ഭീകരാക്രമണത്തിനുള്ള സാധ്യത ഉണ്ട് എന്ന് നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് സുരക്ഷ അതിശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. സൈനിക തലത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു യുദ്ധം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ അതിനെ അഭിസംബോധന ചെയ്യുന്നതിനും, അല്ലാതെ ആഭ്യന്തര തലത്തിൽ ഏതെങ്കിലും രീതിയിൽ കടന്നു കയറിക്കൊണ്ടുള്ള ആക്രമണം, മുംബൈ ആക്രമണത്തിന് പോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ, എടുത്തു പറയേണ്ടത് മുംബൈ ആക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പാകിസ്ഥാൻ പിന്തുണയോടെ നടന്ന ആക്രമണമാണ് പഹൽഗാമിലെ എന്ന വസ്തുത നിലനിൽക്കെ ആ ഒരു നീക്കത്തിനെ വീണ്ടും ശ്രമിക്കും പാകിസ്ഥാൻ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലൊരു ശ്രമം നടത്തുകയാണെങ്കിൽ ആ ശ്രമത്തെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, പഞ്ചാബിലെ പല കേന്ദ്രങ്ങളിലും, സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തേണ്ട സാഹചര്യം ഇന്നലെ ഉണ്ടായി. അത്തരത്തിൽ ആക്രമണം നടത്തേണ്ടത് ആ സപ്ലൈ ബെൽറ്റുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അവിടെ നിന്നാണ് ഇവരെ പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള പ്രേരണയുണ്ടാക്കുന്നത് യുവാക്കളിലെല്ലാം തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലാണ്. ആ കേന്ദ്രങ്ങളിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നു, അതുപോലുള്ള ആത്മഹത്യാ ബോംബുകളായി മാറുന്നതിന്, ചാവേറുകളായി മാറുന്നതിനുള്ള പരിശീലനം നൽകുന്നു. അതിനുള്ള ചാവേറുകളായി മാറുന്നതിന് പരിശീലനം നൽകുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള പരിശീലനമാണ് എന്ന് അത്ഭുതത്തോടെയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നത്. അതായത് പരിശീലനം സാധ്യമായ ഒരു രീതിയല്ല എങ്കിൽ കൂടി അതിനു പോലും പരിശീലനം നൽകുന്ന അതിസങ്കീർണമായ ഭീകര സ്വഭാവമുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു പ്രദേശമാണത്. അതിനൊക്കെ തയ്യാറായ തീർത്തും മനുഷ്യത്വഹീനരായ കുറേ ഭീകരരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം കേന്ദ്രങ്ങളിലുള്ളത്. അത്തരം കേന്ദ്രങ്ങളെയാണ് കൃത്യമായി ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ വലിയ പ്രതിരോധം അത് സൃഷ്ടിക്കുകയും ചെയ്തു. നയതന്ത്ര തലത്തിൽ തങ്ങളെ ആക്രമിച്ചു എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുക, ആക്രമിച്ചതെല്ലാം തന്നെ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റുകളാകുക, ഒരു സൈനികനെ പോലും ആക്രമണത്തിൽ ഒരു പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. മിലിറ്ററി അസറ്റുകളൊന്നും തന്നെ തകർത്തിട്ടില്ല. ഒരു ഔട്ട് പോസ്റ്റിന് പോലും ഒരു പോറലേറ്റിട്ടില്ല എന്നാണ് സൈനിക കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധം തീർക്കുക എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയല്ല. ആ വെല്ലുവിളി അഭിസംബോധന ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി കഴിഞ്ഞാണ് ഈ ആക്രമണം തന്നെ നടന്നത് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഭീഷണിയേക്കാൾ മറ്റു രീതിയിലുള്ളൊരു ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതിനെയും കൃത്യമായി കൈകാര്യം ചെയ്യുക എന്നൊരു നീക്കമാണ്. അതിൻ്റെ ഭാഗമാണ് ഉറിയിലെ ജനങ്ങൾ ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് നിരീക്ഷിക്കപ്പെടേണ്ടത്. ഓക്കെ, ശരിയായി സർ.